ഹായ് ഹലോ മച്ചന്മാരെ, നമസ്കാരം. നെയ്യാർ ഫ്രീക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ. നമ്മൾ പതിവിലും ഫിഷിംഗ് വീഡിയോ ആണ് കൂടുതലും ചെയ്യണത്. പക്ഷേ നമ്മുടെ കുറേ സുഹൃത്തുക്കൾ ചോദിക്കുന്നത് ഞങ്ങളിവിടെ എന്താണ് ചെയ്യുന്നത്. എൻ്റെ ജോലിയാണ് ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ ഞാനൊരു ഹൗസ് ഡ്രൈവറാണ്. പിന്നെ ഹൗസ് ഡ്രൈവറാണെങ്കിൽ ഇപ്പോൾ പെണ്ണുങ്ങളെ ഓട്ടമൊന്നുമില്ല കേട്ടോ. കാരണം ഇപ്പോൾ ഇവർക്ക് ലൈസൻസ് ഒക്കെ കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ, ഇവർ കംപ്ലീറ്റ് ഇപ്പോൾ അവരുടെ ഓട്ടങ്ങളൊക്കെ പോയി. എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് മറ്റേ ഓൺലൈൻ കച്ചവടം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അതിൻ്റെ ഡെലിവറി ഓട്ടമാണ് ഞാൻ ഇപ്പോൾ കൂടുതലും ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഓട്ടമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത്. അപ്പോൾ നമ്മളെ ഈ വീഡിയോയെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. ലൊക്കേഷൻ നോക്കിയിട്ടുള്ള പോക്കായതുകൊണ്ട് എവിടെ എങ്ങനെ എപ്പോൾ എന്താണെന്നൊന്നും ഒരു പിടുത്തമില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു ജോലിയുടെ ഒരു എന്താ പറയുക, ഒരു കിടപ്പ് വശങ്ങൾ. ഗൂഗിൾ ആൻറ്റി ശരി. Turn right onto Abdullah bin Alarat Street. നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൗദിയിൽ ദമാം ഖത്തീഫ് ഷാത്തി ഏരിയ ആണ് കേട്ടോ. അതായത് നമ്മുടെ സിറ്റി മോളൊക്കെ ഉള്ള ആ ഒരു സ്ഥലമില്ലേ, അതിൻ്റെ ഒരു സൈഡാണ് ഇവിടെ. ക്യാമറയ്ക്ക് പറ്റി അടിക്കുമെന്നോ ആ കയ്യിൽ പിടിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ലായിരിക്കും അല്ലേ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്തത് കൊണ്ടൊരു ഡൗട്ട്. അപ്പൊ നമ്മൾ എന്താണ് ഇവിടെ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഒരു ജോലി. ശരി, ഇവിടെയാണ് നമ്മുടെ സ്ഥലം കേട്ടോ. അച്ഛന്മാരെ ഇതാ പറഞ്ഞേ, ഇവിടത്തെ ഒരു ഷോപ്പിൽ വന്നിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമുക്കിനി സാധനം എടുക്കാനുള്ളത്. ഇവിടെ നിന്ന് എടുത്തിട്ട് എന്താണ് നാസ്ര എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു വീട്ടിൽ കൊടുക്കാറുണ്ട്. അതെന്താണെന്ന് നമുക്ക് വാങ്ങിയിട്ട് കൊടുത്തിട്ട് നമുക്ക് കാണാം. കൊടുക്കണ വഴിക്ക് നമുക്ക് പോവാം ഒരുമിച്ച്. ഇപ്പോൾ ഒന്ന് പോയി വാങ്ങിയിട്ടെ. നമുക്കിവിടെ നമ്മളെ നാട് പോലെ ഒന്നുമല്ല. ഇവിടെ ഈ ഷോപ്പുകളിലൊക്കെ നമുക്കിങ്ങനെ ക്യാമറകളൊക്കെ കൊണ്ട് നമുക്ക് വേണ്ടി ഷൂട്ട് ചെയ്യാനൊന്നും അത് എത്രത്തോളം ഇതാണെന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. അതായത് സൗദി അറേബ്യ ആണല്ലോ, അപ്പോൾ കുറച്ച് ഭയമുണ്ട് എനിക്ക് പബ്ലിക്കിൽ ഇറങ്ങി വീഡിയോ എടുക്കാൻ. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഞാൻ കയറിയിട്ട് ഇപ്പോൾ വരാട്ടോ. അപ്പോൾ മച്ചാന്മാർ ഇതേ സാധനമൊക്കെ എടുത്ത് വണ്ടിക്കകത്ത് കയറ്റി കേട്ടോ. ഇനി ഒന്ന് അടച്ച് നമുക്ക് പോവാം. എങ്ങനെയുണ്ട് സൗദി അറേബ്യയിലെ നൈറ്റ് വിഷനിലൊക്കെ? കളർഫുൾ അല്ലേ? ചൂടെന്ന് പറഞ്ഞാലേ ഒരു രക്ഷയില്ല മച്ചാന്മാരെ. ഭയങ്കര ചൂട് കേട്ടോ. ചൂടല്ല നമുക്ക് പ്രശ്നം, പുഴുക്ക്. അത് ഈ വണ്ടിയിലെ ഗ്ലാസ്, അതുപോലെ ഈ സ്ഥാപനങ്ങളുടെയൊക്കെ ഗ്ലാസ് ഒക്കെ ഇല്ലേ, അതൊക്കെ തന്നെ ഇങ്ങനെ വിയർത്തിറക്കും. ഒരു എന്താ പറയുക, അതിനിപ്പം അതൊരു വല്ലാത്തൊരു ഭീകര അവസ്ഥ കേട്ടോ. നമ്മളിപ്പോ ഈ വന്ന സ്ഥലമില്ലേ, ഇതാണ് മെഗദൂദ് കേട്ടോ. ഒരുപക്ഷെ ഇവിടെ സൗദി അറേബ്യയിൽ നമ്മളിവിടെ പണ്ടൊക്കെ ഉണ്ടായിരുന്നവർക്കൊക്കെ അറിയായിരിക്കും മെഗദൂദ്, താറൂത്ത്, നാസ്ര എന്ന് പറഞ്ഞൊക്കെ സ്ഥലമില്ലേ. മെഗദൂദ് സിഗ്നലാണ് കേട്ടോ ഇത്. ആ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഇവിടുത്തെ പെട്രോൾ പമ്പ്. നമ്മൾ ആ റൈറ്റ് സൈഡിൽ കിടക്കുന്ന റോഡ് നേരെ വെക്കഴിഞ്ഞാൽ നമുക്ക് താറൂത്ത്, അതുപോലെ ഈ കോർണിഷ്, നമ്മൾ മീനൊക്കെ പിടിക്കാൻ പോണില്ലേ, ആ ഏരിയയിലോട്ടൊക്കെ നമുക്ക് അതുവഴിയൊക്കെ ഇങ്ങോട്ട് പാസ് ചെയ്യാൻ പറ്റും. ക്യാമറകൾ ഫുള്ളുണ്ട് റോഡിൽ. അല്ലായിരുന്നെങ്കിൽ നമ്മുടെ ക്യാമറ എടുത്ത് നമുക്ക് സൈഡ് ഷൂട്ടൊക്കെ എടുക്കാമായിരുന്നു. ഇതിപ്പോൾ ഒരിടത്ത് നമുക്ക് സ്റ്റാൻഡ് ചെയ്ത് വെക്കാനേ സാധിക്കുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ പാലും വെള്ളത്തിൽ പണി കിട്ടും. ഇതുപോലെയൊക്കെ മുക്കാലഫ് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെ കിട്ടും. ആകെപ്പാടെ തുച്ഛമായിട്ടുള്ള ഇച്ചിരി ശമ്പളമേ ഉള്ളൂ.
ആ ശമ്പളത്തിൽ നിന്നൊക്കെ ഇവിടെ പെറ്റി അടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ വീട്ടിൽ പിള്ളേർ പട്ടിണിയായി പോകും. മനസ്സിലായില്ലേ? അതൊക്കെയാണ് കാര്യങ്ങൾ. ഈ സിഗ്നലിൽ നിന്ന് റൈറ്റ് സൈഡിലോട്ട് പോണത് സൂറ്, സനാബീസ് അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോണത് ഈ സിഗ്നലിൽ നിന്ന് റൈറ്റ് സൈഡിലോട്ടോ. ഇവിടെ ഫുള്ള് സിഗ്നലുകളായി ഇപ്പോൾ. അതും ഉള്ള സിഗ്നലുകളിൽ മൊത്തം ക്യാമറകളും. അതുകൊണ്ട് പഴയ കളികളൊന്നും നടക്കൂല. ഇത്തിരി ചവിട്ടി പിടിച്ചേ പോകാൻ പറ്റുള്ളൂ. ആ റൈറ്റ് സൈഡിൽ കിടക്കണ വണ്ടി ഉണ്ടോ, ആ പതുക്കെ റിവേഴ്സ് ഗിയറിട്ട്, അതിപ്പോഴും ചൈനക്കാർ ഇറക്കിയതാട്ടോ. നമ്മളെ ടാറ്റ കർബൊക്കെ ഇറക്കിയതുള്ള മറ്റേ കൂപ്പെ ഷേപ്പില്ലേ, അതിൻ്റെ ചൈനീസ് വേർഷൻ ചങ്കൻ. ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഒരു ജോലി. ഇവിടുത്തെ ഒരു പക്ഷേ നമ്മളെ പോലുള്ള ഹൗസ് ഡ്രൈവർ ലിസ്റ്റിലൊക്കെ നിൽക്കുന്നവർക്കൊക്കെ അറിയായിരിക്കും നമ്മളെ ജോലിയിലെ ഒരു രീതി എന്തൊക്കെയാണെന്നും. നമ്മളെ കുറേ സുഹൃത്തുക്കളൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഇവിടെ എന്തൊക്കെയാണ് ചെയ്യണതെന്ന്. അതുകൊണ്ടൊക്കെയാണ് കേട്ടോ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. സാധാരണ നമ്മൾ ഫിഷിംഗ് വീഡിയോയിൽ ചെയ്യണത്. പിന്നെ ഇതുപോലുള്ള വീഡിയോകളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. കാരണം അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ എന്താണ് നമ്മുടെ ജോലി, നമ്മളൊക്കെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, ഇവിടുത്തെ ലൈഫ്, ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു വിശദമായിട്ടുള്ള വീഡിയോകളൊക്കെ നമുക്ക് മുമ്പോട്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾ ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്തോളി. നിങ്ങളൊക്കെ ഇല്ലെന്നേ നമുക്കൊരാശ്വാസം. ഇവിടെ അല്ലാതെ നമുക്ക് എന്തോന്നൊരു കമ്പനി, ആകെപ്പാടെ കിട്ടുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളിയാഴ്ച അല്ലെങ്കിൽ നമുക്ക് ഇടകളിൽ കിട്ടുന്ന ഈ ഒരു ഫിഷിംഗ് ഒക്കെ ഇല്ലേ, അതൊക്കെ തന്നെ നമുക്ക് സൗദി അറേബ്യയിൽ പുതിയ പുതിയ തിയേറ്ററൊക്കെ വന്നെന്നൊക്കെ പറഞ്ഞിട്ട്. സത്യം പറയാമല്ലോ, ഞാൻ ഇന്നവരായിട്ടും കണ്ടിട്ടില്ല കേട്ടോ. പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ എന്താ ചെയ്യുക, നടക്കണില്ല. എന്തെങ്കിലുമൊക്കെ നടക്കുമായിരിക്കുമല്ലേ. ഇപ്പം ഇങ്ങനെ നമ്മൾ ഒറ്റയ്ക്കൊക്കെ ഇങ്ങനെ സിംഗിളായിട്ട് പോകുമ്പോൾ ഇതുപോലെ ഇങ്ങനെ നിങ്ങളോടൊക്കെ ഇങ്ങനെ വർത്താനം പറഞ്ഞു പറഞ്ഞിരിക്കുമ്പോഴേ നമ്മൾ കൂടെ ആരൊക്കെയോ ഉണ്ടെന്നുള്ളൊരു തോന്നലാണ്. അതൊരു സന്തോഷമല്ലേ നമ്മളെ ചങ്ക് മച്ചാന്മാര്. ഞാനിങ്ങനെ ഇതിലിങ്ങനെ ക്യാമറ ഷൂട്ടൊക്കെ ചെയ്തിങ്ങനെ പോകണുണ്ടപ്പോഴേ ഇടയ്ക്കും പറക്കൊക്കെ നിൽക്കുന്ന സൗദികളൊക്കെ ഇങ്ങനെ വണ്ടിയിൽ നോക്കുന്നുണ്ട്. ഇവൻ എന്താണ് ഈ കാണിക്കുന്നതെന്ന്. ഒന്നുമില്ലടയാ. ഫുള്ള് സിഗ്നൽ റോഡ് പണിയൊക്കെ വേണ്ടേ, കട്ട ബ്ലോക്കാണ് കേട്ടോ. നമ്മളെ നാട്ടിൽ മാത്രമല്ല ഇവിടെ ഉണ്ട് ബ്ലോക്കിങ്ങും റോഡ് പണിയും. ഇവിടെ ഇതുപോലെയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെ മറ്റേ അവിടുത്തെ റോഡ് അടിക്കുന്ന പരിപാടി ഇല്ലേ, മറ്റേ വാട്ടർ അതോറിറ്റി. ഇവിടെ റോഡ് പണിഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം, അതെനിക്ക് തോന്നുന്നു വേൾഡിലുള്ള കാര്യമാണെന്ന് തോന്നുന്നു കേട്ടോ. ഈ റോഡ് പണി ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം പൈപ്പ് ഇടിയിൽ മസ്റ്റാണ്. അതുപോലുള്ള പ്രക്രിയകളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവര് അതിൻ്റെ പണികളൊക്കെ ഏതാണ്ട് തീരാറായി കേട്ടോ. ആ റൈറ്റ് സൈഡിൽ കാണാമെന്ന് വിചാരിക്കണം, പക്ഷെ മൊബൈൽ ഫോൺ കയ്യിലെടുക്കാൻ വകുപ്പില്ല. അങ്ങനെ നിർത്തിക്കുന്നുണ്ട്. എനിക്ക് ഭാഗ്യമുണ്ട്. അല്ലായിരുന്നെങ്കിൽ ഞാനിവിടെ കൊണ്ട് നിർത്തിയ റൈറ്റ് സൈഡിലോട്ട് പോകാനുള്ള വണ്ടിക്കാർ വന്നിടന്ന് എന്നെ വന്നിടന്ന് ബാക്കി വന്നിടന്ന് ഓടടിയായിരിക്കും. ഹോണടി ഇല്ല കേട്ടോ, ലൈറ്റ് ഡിമ്മടിച്ച് കാണിക്കില്ല ഇവിടുത്തെ പ്രധാന പരിപാടി. എന്തായാലും കുഴപ്പമില്ല, റോഡ് ഇങ്ങനെ പൊളിഞ്ഞ് കിടക്കില്ല, അതുകൊണ്ടൊക്കെ ആയിരിക്കും. അച്ഛന്മാരെ ഈ റൈറ്റ് സൈഡിലോട്ട് കിടക്കുന്ന റോഡ് കണ്ടോ, ഈ റൈറ്റ് സൈഡിലോട്ട് പോണതാണ് നമ്മളെ തുർക്കിയ സനയ ഏരിയയിലോട്ടൊക്കെ പോണ റോഡ് കേട്ടോ. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഒരു വീഡിയോ ചെയ്യാം. ഇതിന് പഴയ ടയോട്ട സിഗ്നൽ എന്നൊക്കെ ഇവിടെ പറയും, കത്തീവിലുള്ള ടയോട്ട സിഗ്നൽ കേട്ടോ. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ടയോട്ടയുടെ ഷോറൂം. പക്ഷെ ഇപ്പൊ അത് ഷോറൂം ഒന്നല്ല കേട്ടോ, അതിപ്പോ ടൈൽസിന്റെ ഷോപ്പും റെസ്റ്റോറൻ്റൊക്കെ ആയി. ഉത്സവത്തിനൊക്കെ സീരിയൽ ഇട്ടിരിക്കാൻ പോലെയാണ് ഇവിടെ റോഡ് പണിക്ക് സൈഡിലൊക്കെ ലൈറ്റുകൾ ഇട്ടിരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ഇവിടെ സൗദിയിലുള്ള നമ്മുടെ സുഹൃത്തുക്കൾക്ക് അറിയാം കേട്ടോ. ഇത് പിന്നെ നമ്മളെ വീഡിയോ നാട്ടിലുള്ള ആൾക്കാരും നിറയെ കാണുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്. മച്ചന്മാരെ ഇത് കണ്ടോ, ഇപ്പൊ സമയം 7:50. ചൂട് കണ്ടോ, 41 ഡിഗ്രി ചൂട്. പൊന്നളിയന്മാര് ബ്ലോക്ക് ഒരു രക്ഷയല്ല കേട്ടോ. അത് ഇവിടെ റോഡ് പണി നടക്കണോണ്ടാണ് ഇത്രയും ബ്ലോക്ക്. ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കണം നമ്മുടെ നാസറ വാട്ടർ അതോറിറ്റിയുടെ
ആ ഒരു റോഡില്ലേ, ആ റോഡാണ് കേട്ടോ. ആ ടാങ്ക് ഇതിൽ കൂടെ കാണാമോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും എനിക്ക് അങ്ങോട്ട് പോകണ്ട, ഞാനിങ്ങനെ റൈറ്റിലോട്ടാണ് തിരിയണത് കേട്ടോ. ഈ റോഡ് നേരെ പോകുന്നത് നമ്മുടെ തുർക്കിയ, അബാമിയ അങ്ങനെയുള്ള ഭാഗത്തോട്ടൊക്കെയാണ് കേട്ടോ. ഞാൻ എന്തായാലും ഇവിടുന്ന് യു ടേൺ എടുത്തിട്ട് നമുക്ക് ഇനി പുറകിലോട്ടാണ് പോകാനുള്ളത്, അതായത് നാസറ ഉള്ളിൽ എന്നാണ് ലൊക്കേഷൻ ആൻറ്റി പറയണത് കേട്ടോ. ലൊക്കേഷൻ നോക്കിയിട്ടുള്ള പോക്കാണ്, എവിടെ എന്താ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. നമ്മളിവിടെ വണ്ടി ഓടിക്കുമ്പോഴുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ രണ്ടുപേര് ഈ പാതയിലൂടെ നമ്മൾ പോകുമ്പോഴേ ഈ റൈറ്റ് സൈഡ് പിടിച്ച് ഒരിക്കലും വണ്ടി ഓടിക്കാൻ പാടില്ല. ഏത് സമയത്തും ഇവിടെ കൂടെ റൈറ്റ് സൈഡിൽ നിന്ന് വന്ന് വണ്ടികൾ വന്ന് കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വളരെ സൂക്ഷിക്കുക. ഇവർക്കെന്ന് പറഞ്ഞാൽ ക്ഷമയെന്ന് പറഞ്ഞ സാധനം ഒരു ഇച്ചിരി കുറവാണ്. ഏറ്റവും വലിയ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ കൊണ്ടുവന്ന് നമ്മളെ മുമ്പ് കൊണ്ടുവന്ന് കയറ്റിയിട്ട് നമ്മൾ വിദേശിയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ നേരെ കാണിച്ചിട്ട് രണ്ട് കൈ എടുത്ത് വെച്ചിട്ട് ഒരു ആട്ടുണ്ട്. എൻ്റെ പൊന്നളിയന്മാരെ, അതാണ് സഹിക്കാൻ വയ്യാത്തത്. അയ്യോ, നമ്മളെ വീട് ഇവിടെ എന്നാ പറഞ്ഞ കേട്ടോ. ഇവിടെയാണ് സാധനം കൊടുക്കാനുള്ളത്. ഇനി എപ്പോഴൊക്കെ ഇറങ്ങി വരുമോ എന്തായാലും തമ്പുരാനറിയാം. എന്തായാലും പോയി വിളിച്ചു നോക്കാം. ശരിയടി, ഇതാ വരണം. മച്ചന്മാര്, അങ്ങനെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ കേട്ടോ. അടുത്തിനി എന്താണെന്നൊന്നും അറിയില്ല. അടുത്തിനി ഏതെങ്കിലും ഉണ്ടെങ്കിൽ അടുത്തിനി ഇപ്പം വാട്സാപ്പിൽ വരും. അപ്പം നമുക്ക് നോക്കാട്ടോ മച്ചന്മാര്. അങ്ങനെ കുറേ നേരങ്ങൾക്ക് ശേഷം അടുത്തൊരു ഓട്ടം വന്നു കേട്ടോ. അടുത്തൊരു ഓട്ടം എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ അത് എവിടെയെന്ന് സ്ഥലം അറിയില്ല. പിന്നെ അവിടെ പോയിട്ട് സാധനം എടുക്കലാണ് പരിപാടി. എന്താണെന്ന് നോക്കട്ടെ. തുർക്കിയ പാലത്തിന്റെ ഇവിടെ കയറി ഇവിടെ കൂടെ ഒരു ഷോർട്ട് കട്ട് വഴിയുണ്ട് കേട്ടോ. ഈ ഊട് വഴി കയറി കഴിഞ്ഞാലേ ഒരു സിഗ്നൽ നമുക്ക് ലാഭിക്കാം, ഒരു സിഗ്നലിൽ ലാഭിക്കാം, ഒരു ക്യാമറയിൽ ലാഭിക്കാം. നിങ്ങളൊക്കെ സൗദി അറേബ്യയിലുള്ള ഊട് വഴികൾ കണ്ടിട്ടുണ്ടോ? ഇതൊക്കെയാണ് ഊട് വഴികൾ കേട്ടോ. ഇങ്ങനെ വന്ന് സൈഡിലോട്ടൊന്നും നോക്കല്ലേ, അതൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. ഫുള്ള് ബ്ലോക്ക് ആണല്ലോ. ഇവിടെ സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കയറി റൈറ്റ്, നമുക്ക് ഇവിടെ കൂടെ ഇങ്ങനെ കട്ട് ചെയ്ത് കയറാൻ പറ്റില്ല കേട്ടോ. കാരണം നമുക്ക് പോകാനുള്ള ലെഫ്റ്റ് സൈഡായതുകൊണ്ട് ഇവിടെ ഫ്രീ റൈറ്റ് ആയതുകൊണ്ട് നമ്മൾ ഇവിടെ കയറി ഇങ്ങനെ തടസ്സപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഇവിടെ ഈ റൈറ്റ് സൈഡിൽ ഇത്രയും സ്പേസ് നടക്കുന്നത്. പക്ഷേ എങ്കിലും ഇപ്പുറത്ത് ഡിവൈഡ് കയറി കവർ ചെയ്തിരിക്കുന്നത് അവിടെ കൂടെ നമുക്ക് സ്ഥലമില്ല. അതായത് ആണ്ടാ ഇവിടെയൊക്കെ വണ്ടികൾ ഇങ്ങനെ ഒരുപാട് വന്ന് കിടക്കണോണ്ടേ സിഗ്നലായി. പക്ഷെ എനിക്ക് കട്ട് ചെയ്ത് കയറൊക്കെ നടക്കൂല. ഈ സിഗ്നൽ എന്തായാലും കിട്ടൂല. കൊള്ളാം, തകർത്ത്. നമ്മൾ
നാട്ടിലെ ഓട്ടോ ചേട്ടന്മാരെ പോലെ ഊട് വഴികളായോണ്ടേ അതുകൊണ്ട് ഇതുപോലത്തെ ഡാർക്ക് വഴിയിലൂടെ ആയിരിക്കും കേട്ടോ കൂടുതൽ നമ്മുടെ സഞ്ചാരം. മെയിൻ സിറ്റികളിലൊക്കെ അങ്ങനെ മെയിൻ സിറ്റികളിൽ അധികം ഇല്ലാന്നല്ല, ഉണ്ട്. അതിൻ്റെ വീഡിയോസുകളൊക്കെ നമ്മൾക്ക് എന്തായാലും പുറകെ ചെയ്യാം കേട്ടോ. എന്തായാലും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം നോക്കിയതിന് ശേഷം നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. എങ്ങനെയാ? ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ സിറ്റികളാണ് കേട്ടോ ഇവിടുത്തെ. ആ ബോർഡ് സൂം ചെയ്ത് വെച്ചോ കേട്ടോ, അപ്പോഴറിയാം നമ്മൾ എവിടെ കൂടെയൊക്കെയാണ് പോണേന്ന്. പണ്ട് നമുക്കിവിടെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ, നമ്മളെ കുറേ സുഹൃത്തുക്കളുണ്ടായിരുന്നു. അന്നൊക്കെ ഒരു രസമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇവിടെ ആരും ഇല്ല, അവരൊക്കെ നാട്ടിലാണ്. ഒരുപക്ഷെ അവരൊക്കെ ഈ വീഡിയോ കാണണമെങ്കിൽ അവർക്ക് പല ഓർമ്മകളും ഒരുപക്ഷെ പുതുക്കാൻ പറ്റുമായിരിക്കും നമ്മളെ ഈ ഗത്തീഫ് ഏരിയയിലൊക്കെ കാണുമ്പോഴേ. കാരണം ഒരു കാലത്തൊക്കെ ഒരു സൗഹൃദ സ്നേഹം തന്നെയായിരുന്നു കേട്ടോ, അവരൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു. ഇപ്പം പിന്നെ ഫുള്ള് ബോറായി. ബോറെന്ന് പറഞ്ഞാൽ നമ്മൾ മാത്രമായി എന്ന് തന്നെ പറയാം. ആരും ഇല്ല ഇപ്പോൾ ഇവിടെ പഴയതുപോലെ സൗദിയിൽ. ഇവിടെ ഈ ലേഡീസ് ഡ്രൈവിംഗ് ഒക്കെ അനുവദിച്ചതിന് ശേഷം നമ്മളെ പോലുള്ള ആൾക്കാരുടെ ഇഷ്ടം പോലെ ആൾക്കാരുടെ ഒക്കെ ജോലി പോയല്ലോ. ഉള്ളവർക്ക് തന്നെ ഇപ്പം വലിയ ഡിമാൻഡൊന്നും ഇല്ലല്ലോ പഴയതുപോലെ. നമ്മളൊക്കെ പിന്നെ ആരുടെ ഭാഗ്യം കൊണ്ട് ഇങ്ങനെയൊക്കെ അങ്ങ് പോകണം. അടുത്തൊരു ഉള്ളേരിയാണ് കേട്ടോ ഇത്. ഇതൊക്കെ പക്ക ഉള്ളേരിയാണ് കേട്ടോ. ആ സൈഡിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ വീടേ ഇല്ല. ആ സ്ട്രെയിറ്റ് കാണില്ലേ അങ്ങോട്ടൊക്കെ, പിന്നെ കുറേ ദൂരം അങ്ങോട്ട് വീടും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ നമുക്ക് പറയുന്നത് ഇങ്ങോട്ടാണ്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, നമ്മൾ എങ്ങോട്ട് ക്യാമറ തിരിച്ചാലും വാഹനങ്ങളാണ് ഇവിടെ. നമ്മളെ നാട്ടിൽ എങ്ങോട്ട് ക്യാമറ തിരിച്ചാലും സസ്യങ്ങൾ എന്ന് പറഞ്ഞ പോലെ ഇവിടെ എങ്ങോട്ട് തിരിച്ചാലും വാഹനങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ മച്ചന്മാരെ, ഇതൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ നമ്മളെ ജോലി. ഇപ്പോൾ ഏതാണ്ട് സമയം ഒരു 12 കാലമായി. ചൂടിനൊരു മാറ്റമല്ല കേട്ടോ. അങ്ങനെ ഇന്നത്തെ ഓട്ടം കഴിഞ്ഞ് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോകളും ഇന്നത്തെ രീതികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണോ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് പറയണം കേട്ടോ. കാരണം നമുക്കിത് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല ഈ ക്യാമറയിൽ നോക്കിയിട്ട് ഇതുപോലെയൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഈ വിശദമായിട്ടൊക്കെ പറയാനേ. അപ്പോൾ എന്താണെങ്കിലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്നും പറയണം. അത് നല്ലതാണെങ്കിലും ശരി, നെഗറ്റീവ് ആണെങ്കിലും ശരി, പോസിറ്റീവ് ആണെങ്കിലും ശരി. അപ്പോൾ നമ്മൾ അറിയിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടാം.